സുഹൃത്തുക്കളെ നമസ്കാരം. ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ലാസ്റ്റ് സൈൻ ചെയ്ത പ്ലെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്യാസ് ഹെർണാണ്ടസ്. പക്ഷേ വിക്കിപീഡിയയിലും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമല്ലോ, കളി തുടങ്ങിയാൽ മാത്രമല്ല എന്താ പെർഫോം ചെയ്യുകയെന്ന് മനസ്സിലാവുള്ളൂ. പറഞ്ഞു വരുന്ന അതല്ല, ഓരോ ദിവസം ഓരോ പ്ലെയറെ സൈൻ ചെയ്ത് കണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞെട്ടിക്കുക. പക്ഷേ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈനിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ജർമ്മൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ മർലോൺ റൂസ് ട്രൂജിലോ. എന്ത് പേരല്ലേ, 3 പേര്, ഒരു വെറൈറ്റി പേര്. എന്തായാലും ഈ ഒരു സൈനിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പ്ലെയറായിട്ടുള്ള സെർജിയോ സിഡോ. ഒരു ഹൈപ്പില്ലാതെ വന്ന പ്ലെയറാണ്, ഭയങ്കര കാമായിരുന്നു. നമ്മളെ ക്യാപ്റ്റൻ കൂളൊക്കെ അല്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മഹേന്ദ്ര സിംഗ് ധോണി, അതേപോലത്തെ ഒരു സ്വഭാവമുള്ള ഒരു പ്ലെയറായിരുന്നു സിഡോ. സിഡോനെ കുറേ ആൾക്കാർ അന്ന് വിമർശിച്ചിരുന്നു, ഞാനടക്കം. പക്ഷെ എന്തായാലും കളിയിൽ സിഡോ കാണിച്ചിട്ടുള്ള ഒരു മാന്യതയും ഒരു സ്വഭാവവും, ഒരു ക്യാപ്റ്റൻ കൂൾ എന്നൊക്കെ പറയില്ലേ, പക്ഷേ നല്ല രീതിയിൽ ആരും അറിയാതെ ഒരു കിടിലൻ നോ ലുക്ക് പാസും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് ഫേമസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് സിഡോ. അപ്പോൾ സിഡോൻ്റെ ആ ഒരു കളി രീതി, സിഡോ CMF ആയിരുന്നു, പക്ഷേ മർലോൺ റൂസ് AMF ആണ്. ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക, മർലോൺ റൂസിൻ്റെ കളി ശൈലി എങ്ങനെയാണ്. അതായത് നമുക്കറിയാലോ, ചില അറ്റാക്ക് മിഡ്ഫീൽഡർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ കൂടെയുള്ള കളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ഇട്ട് കൊടുക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക, ഓടുക, അങ്ങനത്തെ രീതിയിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അറിയാൻ വേണ്ടിയിട്ട് പറയാം, FC ഗോവൻ്റെ പഴയ പ്ലെയർ ഹ്യൂഗോ ബൂമസ്, പിന്നെ മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറി. മൂപ്പരുടെ ഒരു കളിശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഒതുങ്ങി നിൽക്കില്ല. സൈഡിൽ കൂടെ പാസ് ഇടാമെങ്കിൽ സൈഡിൽ കൂടെ ഓടും, സെൻറ്ററിൽ കൂടെ ഇടാൻ പറ്റുകയാണെങ്കിൽ സെൻറ്ററിൽ കൂടെ പോകും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു CF ആയിട്ട് കളിക്കാൻ പറഞ്ഞാൽ അവിടെയും കളിക്കും. അപ്പോൾ അങ്ങനത്തെ ശൈലിയുള്ള ഒരു പ്ലെയറാണ് മർലോൺ റൂസ്. കാരണം ഈ സ്റ്റാറ്റ് ഞങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സാമ്പിളായിട്ട്. അതായത് സെൻറ്ററിൽ കൂടെ അറ്റാക്കിങ്ങിന് ഒപ്പം തന്നെ വിങ്ങിൽ കൂടെയുള്ള അറ്റാക്കാണ് കൂടുതൽ മർലോൺ റൂസിൻ്റെ 2024 കളി കണ്ടു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വിങ്ങിൽ കൂടെ നമ്മൾ അറിയില്ല, വിങ്ങിൽ കൂടെ സ്വിച്ച് ചെയ്യുക, എന്നിട്ട് ഓപ്പോസിറ്റ് വിങ്ങിൽ സ്വിച്ച് ചെയ്യുക. ഹ്യൂഗോ ബൂമസിൻ്റെ അതേ കളി തന്നെ, സെൻറ്ററിൽ കൂടെ പോവുകയാണെങ്കിൽ അതിലും പോവും. പിന്നെ ലോങ് ബോൾ, അത് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം സെൻറ്ററിൽ നിന്ന് ഇട്ട് കൊടുക്കുക, അപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയുള്ള പ്ലെയർ ഓടിപ്പോകുമ്പോൾ ആ കറക്റ്റ് കാൽമക്ക് വീണ്ട ആ ഒരു കഴിവുണ്ടല്ലോ, അത് മർലോൺ റൂസിൻ്റെ കഴിഞ്ഞ ഇയറിലുള്ള ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ ഫസ്റ്റായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അതാണ്. അതായത് ആ ലോങ് പാസ്, വിങ്ങിൽ കൂടെയുള്ള പ്ലെയേഴ്സിനെ കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുന്ന ക്രോസും കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രത്യേകത. ഇനി ഇവിടെ വന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യും കാര്യങ്ങളും നമുക്കറിയില്ല. അത് കളി സ്റ്റാർട്ട് ചെയ്താൽ അതിപ്പോൾ അത്രേ പറയാൻ കഴിയുള്ളൂ. എത്ര വലിയ പ്ലെയർ വന്നു കഴിഞ്ഞാലും കളി സ്റ്റാർട്ടാക്കിയാൽ തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അടിപൊളിയായിട്ട് കളിക്കില്ലേന്ന്. പിന്നെ അതല്ല, ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 23 വയസ്സായിട്ടുള്ളൂ അല്ലേ, ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, എനിക്ക് ഓർമ്മ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. 23 വയസ്സാണ് തോന്നുന്നു. ജർമ്മനിൻ്റെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ യൂത്ത് ടീമിൽ കൂടെ അദ്ദേഹം വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കണ്ടപ്പോൾ ഞെട്ടിട്ടോ. നമുക്കറിയാലോ, വിങ്ങറായിട്ടും AMF ആയിട്ടും ഇനി ഇപ്പോൾ CMF ആയിട്ട് വെക്കണമെങ്കിലും വെക്കാം, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇന്ത്യൻ പ്ലേയേഴ്സ് കുറേ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്കാണ് റൈസ് ആയിക്കാണ്, ഒറ്റയടിക്കാണ് പൊന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കാറ്റാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റ് വാല്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റിംഗ് ആണെങ്കിൽ 50ൻ്റെ മേലെ. സാധാരണ കഴിഞ്ഞ സൈൻ ചെയ്ത പ്ലേയേഴ്സിൻ്റെ റേറ്റിംഗ് 40, 35 ലെവലിലൊക്കെ ആയിരുന്നു. പക്ഷേ മർലോൺ റൂസിൻ്റെ റേറ്റിംഗ് 50ൻ്റെ മേലെ, 55 റേറ്റിംഗ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് ലെവലിലും ജർമ്മനിൻ്റെ യൂത്ത് ടീമിന് വേണ്ടിയിട്ട് 2 ഗോൾ, 12 മാച്ചിൽ നിന്ന് 2 ഗോൾ 2 അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മർലോൺ റൂസ്. ടീമിന് ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.